അങ്ങനെ കുറച്ച് കപ്പാസിറ്റി വേണം. എന്താ രണ്ടൂന്ന് കേട്ടോ അതുകൊണ്ട് നീ ഫേമസ് ആയിട്ടില്ല. കണ്ണ് കോഴിക്കോട്ടിലാന്ന് പറഞ്ഞ പോലെ നിന്റെ കാര്യം തങ്കഭസ്മം കുറെ കാലമായി എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാൻ എന്തായാലും ഒന്ന് അവിടെ വരെ പോകുന്നു വിചാരിക്കാം. അല്ല, ഇത്തവണ നമ്മുടെ ആഘോഷം അവിടെ ആക്കിയാലോ? അത് ശരിയാണ്. എന്നാ ആ വൃദ്ധസദനത്തിലെ മാനേജറെ കണ്ട് നമുക്ക് എല്ലാവരും ചോദിക്കും. ഈ മഴയിൽ വെള്ളവും പോകാൻ നിന്നാലും ഓണാക്കിട്ട് ഒഴുകല്ലേ. നല്ല കളറുള്ള വെള്ളവും കളറില്ലാത്ത വെള്ളവും ആനമയത്തിയും വീട് തരത്തിയുമോ നമ്മുടെ ചാരത്തിൽ ഒന്നുമില്ലടോ. കൊറേ കാലായില്ലേ ഇങ്ങനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി കാത്തിരിക്കണേലൊന്നും വലിയ അർത്ഥമൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് കാത്തിരിക്കാൻ ഒരു മോനെങ്കിലും ഉണ്ട്. എനിക്ക് പിന്നെ കാത്തിരിക്കാനും സ്വപ്നം കാണാനും ആരുമില്ല. അച്ഛനാരാണോ അമ്മയാരാണോ അറിയില്ല. ഈ പ്രായത്തിന്റെ ഇടയ്ക്ക് എത്ര അനാഥാലയം വൃദ്ധസദനങ്ങൾ. അതൊരു കണക്കിന് നല്ലതായോ? എല്ലാവരും ദുഃഖമല്ലോ തനിക്ക്. ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത പോലെ ഇങ്ങനെ നരകിച്ച് കഴിഞ്ഞേക്കാൻ വന്നത് അത് തന്നെയാണോ? ഈ താത്താന്റെ വിളി കേട്ടാ തോന്നും കോയിലാണ് ഉണ്ടാക്കിയിട്ട് വിളിക്കുകയാണ്. വേറെ കുറച്ച് പേരുണ്ടല്ലോ. ഇവരെല്ലാം ഇവിടുത്തെ ആഗ്രഹം ഇത്തവണത്തെ ഓണാഘോഷം നമ്മളോടുകൂടെ ആഘോഷിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വിരോധമില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? അയ്യോ, ബുദ്ധിമുട്ടോ? ഞങ്ങൾക്ക് സന്തോഷമല്ലേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഓണത്തിന് കാണാം. ഇതാ ഞങ്ങളെത്തി. ഒരു 10 മിനിറ്റ് ഓരോ മണിക്കൂർ ആളെ കാണാനുണ്ട്. പിന്നെ നിങ്ങളുടെ റെഡിയല്ലേ? Yes, yes. I know the place. Hotel Casinelle. Then okay, we'll see you there. ഞാൻ പറഞ്ഞത് നേരെ ഹോട്ടലിലേക്ക് പോകാൻ. ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. ഇനിയിപ്പോ അമ്മയെ കൂടി കാണാൻ നിന്നാൽ ഇനി വൈകില്ലേ? അത് സാരമില്ല. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ വന്നിട്ട് അത് ഓണ ദിവസം അമ്മയെ കാണാൻ പോകാനോ അത് ശരിയാകട്ടെ. പിന്നെ കുവൈറ്റിൽ നിന്ന് രമ്യയും രാംസാറും ഒക്കെ വന്നിട്ടുണ്ട്. എത്ര കാലമായി അവരെയൊക്കെ ഒന്ന് കണ്ടിട്ട്. അതെ അതെ, ഞങ്ങളൊന്ന് കൂടിയിട്ടു. സുരേഷ്, ഞാനൊരു കാര്യം പറയാം. വെള്ളമടിച്ച് വാടി വെച്ച് ആകെ കുളമാക്കരുത്. കഴിഞ്ഞ ന്യൂഇയറിന്റെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? എന്റെ മാനം കളയരുത്. ഓ, ഞാൻ സമ്മതിച്ചു. സുരേഷ്, ഞാൻ ആകെ സെറ്റിലാണ്. അതിന്റെ ഇടയ്ക്കാണ് ഒരു അമ്മേനെ കാണല്. നീ ഒന്ന് ക്ഷമിക്കേ.
ഒരു 5 മിനിറ്റിന്റെ കാര്യങ്ങളുള്ളൂ. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. മമ്മി മമ്മി നമ്മൾ എവിടെ പോകുന്ന കാര്യമാണ് പറയുന്നത് മമ്മി? ഓ അങ്ങനെയൊന്നും ഉണ്ട്. മമ്മി ഗ്രാൻഡ എവിടെയാ ഉള്ളത്? ഗ്രാമീണ ഓൾഡ് ഏജ് ഹോമിലാക്കിട്ടല്ലേ നമ്മൾ യുഎസിലോട്ട് പോയത്. അവനതൊക്കെ എവിടെ ഓർമ്മയുണ്ടാവാനാ? അവന് 2 വയസ്സിലൊക്കെ നമ്മൾ പോയത്. അപ്പോ എന്റെ ഗ്രാൻഡ് നമ്മളോട് യുഎസിലേക്ക് കൊണ്ടുപോകാത്തെ? ഒന്ന് മിണ്ടാതിരിക്കണം. അവന്റെ ഒരു സംശയങ്ങൾ. മോനെ അവിടെ ഡാഡിയും മമ്മിയും ജോലിക്കും മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഗ്രാൻഡിക്ക് ബോറടിക്കില്ലേ? ഇവിടെ ആകുമ്പോ ഗ്രാൻഡിനോട് മിണ്ടാന്ന് പറയാനും ഗ്രാൻഡിനെ പോലുള്ള കുറെ മുത്തശ്ശിമാരുണ്ട്. ഇതാണ് തോന്നാട്ട പറഞ്ഞ സ്ഥലം. ഞാൻ ചോദിക്കാം. എക്സ്ക്യൂസ് മീ, അതെ, ഇവിടെ ഒരു ഓണാമത്തെ പരിപാടി നടക്കുക. അത് കഴിഞ്ഞാൽ ആരെയും കാണാൻ പറ്റില്ല. പരിപാടി കണ്ടിട്ട് കാണാട്ടോ. സോറി. നിങ്ങളാണ് ഇത് പോയത്. നമുക്ക് രണ്ടുപേരും അവിടെ ധനുമാസത്തിൽ തിരുവാതിര കേരളീയർക്ക് ഉത്സവ ദിനമാണ്. തിരുവാതിരക്കളി ആരംഭിക്കുന്നു. പങ്കെടുക്കുന്നത് കാമിയ ഹെന തോമസ്, ഏഞ്ചല ജോയ്, പാർവതി, അനന്യ, സാന്ദ്ര സോജൻ, ഇവാന ക്രിസ്, ഗൗരിക. ടീച്ചറമ്മയെ കാണാൻ അവിടെ ആരും വന്നിട്ടുണ്ട്. മകനാണെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് സുഖമാണോ? അമ്മയെ നോക്ക്. അമ്മയുടെ പേരക്കുട്ടി മാധവൻ തന്നെ വിളിക്കുന്നത്. നമ്മുടെ അച്ഛൻ്റെ പേര് മുത്തശ്ശിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കണേ? നീ ഇന്നലെ തന്നെ അയച്ചത് നീളം മുക്കും ചുരുണ്ട അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയുടെ തുറന്നു. പക്ഷേ തിരക്കുകൾ കാരണം ഒന്നും താക്കാനില്ല. അമ്മയ്ക്കയ്യോ പുതിയ ബിസിനസ് തുടങ്ങിയപ്പോൾ നിന്ന് തിരിയാൻ തന്നെ സമയം. എനിക്ക് നിന്ന് തിരിയാൻ പോലും സമയമില്ല. മോന്റെ കാര്യം നോക്കാൻ തന്നെ സമയം കൊണ്ട് കഷ്ടിയാ. ഇവിടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയായി നോക്കുന്നില്ലേ? പിന്നെ പൈസത്തിൽ നിന്ന് മാസം വരണമെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി. ഫ്രണ്ട്സ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് അവർക്ക് വലിയ ബിസിനസ്സാ. അവരോട് ഞാൻ പ്രോമിസ് ചെയ്തതാ. അവരോട് പോവാതിരിക്കാൻ പറ്റില്ല. സോറിയാ. മോനെ ഡാഡി, ഈ പേര് ഐ ഡോണ്ട് വാണ്ട് ടു ഫോർഗെറ്റ് ഡാഡി. എനിക്ക് ആവശ്യം വരും. ഡാഡി മമ്മിയും ഗ്രാൻഡിയുടെ ഏജിലാകുമ്പോ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവരുന്നത്. ഇപ്പൊ വീഡിയോ ചാറ്റിംഗ് ഉള്ളതുകൊണ്ട് പോയി വന്ന് കാണേണ്ട ആവശ്യമില്ലല്ലോ. എന്താ നീ പറഞ്ഞ? ഞങ്ങൾക്ക് വയസ്സാകുമ്പോൾ ഇവിടെ കൊണ്ടുവിടുന്നുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ ഈ പെടാപ്പാടുപെട്ട് ഇവന് വേണ്ടി ജീവിച്ചിട്ട്. അതെ അതെ, അവൻ പറഞ്ഞത് ശരിയാ. അങ്ങനെ തന്നെയാ വേണ്ടത്.
കാരണം ഞാൻ ചെയ്തത് കൊണ്ട് തന്നെയല്ലേ എനിക്കറിയാമോ. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും ആ സ്നേഹം അതേ അളവിൽ തന്നെ തിരിച്ച് മക്കൾക്കുണ്ടാവാറില്ല. അതൊരു പ്രപഞ്ച സത്യം എന്ന് കരുതി നൊന്തുവെച്ച അമ്മയെ ചോര നീരാക്കി കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനെയും ഒരു ഭാരമായി കരുതി എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കളഞ്ഞ് സ്വന്തം മക്കളെ മാത്രം കരുതി ജീവിച്ച ആ ജീവിതത്തിന് ഇങ്ങനെ തിരിച്ചടികൾ പലതുണ്ടാവും. എന്നാൽ എന്റെ കുട്ടികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായില്ലേ? അത് മതി ഈ അമ്മയ്ക്ക്. ഞങ്ങളെ പോലെയുള്ള ഈ വയസ്സായവർക്ക് നിങ്ങളുടെ സന്തോഷത്തിന് കട്ടുറുമ്പാവാനൊന്നും ആഗ്രഹമില്ല. പക്ഷെ നിങ്ങളുടെ സ്നേഹം ഇടയ്ക്ക് ഓരോ ഫോണിൽ, പിന്നെ വിശേഷങ്ങൾക്ക് ഇതുപോലെ ഒരു പേര്, അത്ര മതി. ജീവിതത്തിൽ ഇന്നോ നാളെയോ എന്ന് വെച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ഒരാശ്വാസം. നിങ്ങളൊന്ന് നിർവ്വഹണമാണ്. ഇത് സന്തോഷിക്കാനുള്ള ദിവസമാണ്. എവിടെയാണ് നമ്മുടെ പിള്ളേര്? നിങ്ങൾ വന്നേരാ ഒരു അടിപൊളി Thank you.